ഇത് എൻ്റെ ഒരു ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് അവനെ പരിചയപ്പെട്ടതാണ്. ശരിക്കും പിഷാരടി ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞൊരു ഒരു ഇത്രയും ഉയർന്ന രീതിയിൽ എത്തില്ലായിരുന്നു. അതെനിക്ക് വളരെ കടപ്പാടും പിഷാരടി ഒറ്റയ്ക്ക് നിന്നപ്പോൾ അവൻ രക്ഷപ്പെട്ടുണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ഞങ്ങൾ കൂടിയപ്പോഴാണ്. പക്ഷെ കൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ സത്സമ്പർക്കം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് വളരെ നല്ല രീതിയിൽ എന്നിലേക്ക് വന്നത് പിഷാരടിയെ പരിചയപ്പെട്ട ശേഷമാണ്. പിഷാരടി ഇല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു വഴി വേറെ തിരിഞ്ഞു പോയാനെ. എൻ്റെ ഒരു ലൈഫിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം ചേട്ടൻ എന്നോട് പറയാറുണ്ട്, സൗമ്യ ചേച്ചി കഴിഞ്ഞാൽ പിന്നെ ധർമ്മനാണ്. ഞാൻ എന്റെ ഫോറിൻ ട്രിപ്പിനൊക്കെ പോകുമ്പോ ഞാൻ ധർമ്മനെ കെട്ടിപ്പിടിച്ച കടന്നു. അത് കറക്റ്റാ. അത് ഭയങ്കര കറക്റ്റായിട്ടുള്ള. ഞങ്ങളെപ്പോഴും ഭാര്യമാരുടെ കൂടെ അല്ലല്ലോ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ചേച്ചി പാവം ഇവിടെ ഇരുന്ന് ചിരിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. അവളും അങ്ങനെ തന്നെ, അവളും പറയാറുള്ളത് തന്നെയാ.